അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യദിന നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു കരാട്ടെ മാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് മാത്യു എന്നാണ്. ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കർത്താവിന്റെ ദാസൻ നമ്മോട് ജോയിൻ ചെയ്തിരിക്കുന്നത്. തന്റെ ജീവിതത്തിലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനിടയായി തീർന്ന ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. അരോമ ടി വിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കാനുള്ള അവസരവും ഉണ്ട്. നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക. കർത്താവിന് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് മാത്യു അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം അരോമ ടി വിയിൽ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ അരോമ ടി വിയിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബേബി ആന്റണി എന്നാണ്. അദ്ദേഹം രാജകുമാരിയിൽ തന്നെ താമസിക്കുന്ന ആളാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദേവദാസനാണ്. ഞങ്ങൾക്കിവിടെ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർമാരുടെ കൂട്ടായ്മയുണ്ട്. രാജകുമാരി, രാജാക്കാട്, സേനാപതി, ശാന്തമ്പാറ, പൂപ്പാറ, അതുപോലെ കൊന്നത്തടി, ബൈസൺവാലി, വെള്ളത്തുവൽ തുടങ്ങിയ പഞ്ചായത്തുകളിലുള്ള സഭാ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ദേവദാസന്മാരും അതുപോലെ സുവിശേഷ തൽപരരായിരിക്കുന്ന സഹോദരന്മാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ കൂട്ടായ്മയാണ് രാജകുമാരി പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫെലോഷിപ്പില് ഞാനും ഈ പ്രിയ കർത്താവിന്റെ ദാസൻ ബേബി ആന്റണി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ അരോമ ടി വിയിൽ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ദാനിയൽ ജോൺ അവர்களுടെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് പാസ്റ്റർ ഫിലിപ്പ് മാത്യു എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെയാണ്. അവിടെ തന്നെയാണ് കർത്താവ് അവന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത്. എനിക്കൊരു ഭാര്യയുണ്ട്, 2 ആൺമക്കളുണ്ട്. അതിൽ മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞു. അവർക്ക് 2 മക്കളുണ്ട്. അങ്ങനെ ഭാര്യയും 2 മക്കളും 1 മരുമകളും 2 കൊച്ചുമക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങള് ഒരു 28 വർഷമായിട്ട് കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇത്രത്തോളം കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു തോർത്ത് കർത്താവിന്റെ നാമത്തിന് നന്ദി പറയുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ തന്നെയാണ്. എൻ്റെ അമ്മ കത്തോലിക്ക പാരമ്പര്യത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഞങ്ങള് രാജകുമാരി ദേവമാതാ പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈറേഞ്ചിലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെടുന്ന രാജകുമാരി ദേവമാതാ പള്ളിയിലെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ അവിടുത്തെ ഒരു മെമ്പറൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് വളരെ നല്ല നിലയിൽ ഞാൻ ആ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും സൺഡേ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുകയും ഒക്കെ ചെയ്തു വന്ന ഒരാളാണ്. അതുപോലെ തന്നെ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ചില ജീവിത അനുഭവങ്ങൾ കാണുമ്പോൾ, ചില പ്രത്യേക കാര്യങ്ങൾ കാണുമ്പോൾ ഞാനതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അത് ആരോടെങ്കിലും ചോദിച്ച് അതിന്റെ സംശയ നിവാരണം വരുത്തുന്ന ഒരു സ്വഭാവം ചെറുപ്പം മുതലേ എനിക്കുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു 10-14 വയസ്സ് വരെ ഞാൻ 1ാം ക്ലാസ് മുതൽ സൺഡേ സ്കൂളിൽ 9ാം ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിച്ച കുട്ടിയാണ് ഞാൻ ആ പള്ളിയിൽ. അപ്പൊ എല്ലാ വർഷവും മെത്രാൻ വലിയ പെരുന്നാളിന് വരും.
8 നോയമ്പ് പെരുന്നാളിന് വരും. ആ സമയത്ത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനം അദ്ദേഹമാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ വർഷങ്ങളിലെല്ലാം ഞാനാണ് ഈ സമ്മാനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആള്. അതുപോലെ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോയി. ഒരു ദിവസം ഞായറാഴ്ച മിഷൻ ലീഗിന് കുട്ടികളെ കൊണ്ടാണ് മിഷൻ ലീഗിന്റെ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടിയുള്ള പണി കാര്യങ്ങൾ, ഇഞ്ചി നടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഞായറാഴ്ച ഉച്ച കുർബാന കഴിഞ്ഞ് നേരെ സൺഡേ സ്കൂളിലേക്ക് പോയി. സൺഡേ സ്കൂളിൽ ചെന്ന് അവിടെ ചെന്ന് ഒരു കന്യാസ്ത്രീ വന്നു ആദരൊക്കെ എടുത്തതിന് ശേഷം ക്ലാസ് തുടങ്ങി. അപ്പോ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്: ഇന്ന് കടമുള്ള ദിവസമാണ്, ഞായറാഴ്ച ദിവസം സാമാന്യ വേലകളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അന്നത്തെ ആ പള്ളിയിലെ വികാരിയായിരിക്കുന്ന എബ്രഹാം പെരുമാനി എന്ന് പറയുന്ന അച്ഛന്, അദ്ദേഹം ഈ സൺഡേ സ്കൂളിന്റെ വാതൊക്കെ വന്നിട്ട് ഞങ്ങളൊക്കെ മുതിർന്ന കുട്ടികളായതുകൊണ്ട് മിഷൻ ലീഗിന്റെ കുട്ടികളെല്ലാവരും ഇറങ്ങി വരാൻ പറഞ്ഞു. അവരാരും ഇന്ന് ക്ലാസ്സിൽ ഇരിക്കേണ്ട, മിഷൻ ലീഗിന്റെ കുട്ടികളെല്ലാവരും ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞ് എല്ലാവരും ഇറങ്ങി വന്നു. അച്ഛൻ്റെ അടുത്ത് ഒന്നും ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ വിളിച്ചു വരുത്തിയേ? അപ്പൊ അച്ഛൻ പറഞ്ഞു, മിഷൻ ലീഗിന്റെ കുട്ടികൾ ആരും ഇന്ന് സൺഡേ സ്കൂളിൽ ഇരിക്കണ്ട, എല്ലാവരും പോയി ഇഞ്ചിക്ക് കട പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇപ്പൊ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ചയാണ്, കടമുള്ള ദിവസമാണ്, സാമാന്യ വേലയൊന്നും ചെയ്യരുത്, അതുകൊണ്ട് കടമുള്ള ദിവസമാണ്, വേലയൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, കടമൊക്കെ നമുക്ക് ഇഞ്ചി പറിക്കുമ്പോൾ വീട്ടാം, നീ പോയി കാട് പറിക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയത്തിലെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്ന ഒന്നിതാണ്. ഞാൻ ഏതാണ്ട് അതേ പ്രായത്തിൽ തന്നെ കണ്ട ഒരു കാര്യമാണ്. ഒരു പാലത്തിന്റെ അടിയിൽ, രാജകുമാരി പാലം എന്ന് പറയുന്ന ഒരു പാലം ഉണ്ട് അവിടെ. ആ പാലത്തിന്റെ അടിയിൽ കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേര് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക, ബാക്കിയുള്ളവർ കരയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാള് മറ്റേ ആളെ വെള്ളത്തിൽ പിടിച്ചു മുക്കി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തെന്നും പറഞ്ഞ് വെള്ളത്തിൽ പിടിച്ചു മുക്കിയിട്ട് അദ്ദേഹത്തെ പൊക്കി കയറ്റി വിട്ടു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു കാര്യമായിരുന്നു. അപ്പൊ അതെന്റെ മനസ്സിൽ വലിയ ഒരു സംശയമായിട്ട് തീർന്നു. അപ്പൊ ഈ സംശയം ആരോട് ചോദിക്കാം? ഈ സംശയം ഇതെന്താണ്, ഇതിന്റെ കാര്യമെന്ന് ചോദിക്കാം, ആരോട് ചോദിക്കണം? അപ്പൊ ഇങ്ങനെ പറയുന്ന അച്ഛനോട്, അതിന്റെ ആദ്യ അനുഭവം പറഞ്ഞ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തോട് സംശയം ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയില്ലെന്ന് എനിക്ക് മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സംശയം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെയൊക്കെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് പുൽത്തൈല പാറ്റുക, ഇഞ്ചപ്പുല്ല്, അതാണ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കൃഷി ആ കാലത്ത്. അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെയൊക്കെ ചെയ്താണ് വളർന്നു വന്നതും. അതുപോലെ തന്നെ എന്റെ മാതാപിതാക്കളൊക്കെ വളരെ നല്ല നിലയിൽ സമൂഹത്തിൽ ജീവിച്ച ആളുകൾ, ഒരു കള്ളുകുടിയോ അലമ്പോ ബഹളോ ഒന്നുമില്ല. അപ്പോ നല്ല രീതിയിൽ ജീവിച്ച ആൾ. ഇത്ര സാമ്പത്തിക കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ്. ഞങ്ങൾ 6 മക്കളാണ്, 5 ആണും 1 പെണ്ണും. ഈ 6 മക്കളെയും അവർക്കുള്ള വിദ്യാഭ്യാസവും അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും കാര്യങ്ങളെല്ലാം കാരണവന്മാർ വളരെ ബുദ്ധിമുട്ടിയും ഞെരുക്കി കൂലിപ്പണിയൊക്കെ എടുത്തൊക്കെ ആണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ ഇതിനിടയിലാണ് ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഞാൻ കൂട്ടിവെച്ചത്. അപ്പൊ ഒരു ദിവസം ഈ പുല്ല് വാറ്റിക്കൊണ്ടിരുന്ന ഈ വാറ്റുവര എന്നാ പറയുന്നത്, ആ വാറ്റുവരയിൽ വെച്ച് ഈ വാറ്റുവരയുടെ ഉടമസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പള്ളിയിലെ കൈക്കാരനാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ, എത്ര വലിയ തെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഒരാളെ കുത്തിക്കൊന്നാലും പ്രശ്നമില്ല, നമ്മുടെ അച്ഛനോട് പറഞ്ഞ് സംസാരിച്ച പാപം പോകുന്നതിനോട് പറഞ്ഞു. ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്? പെട്ടെന്ന് എന്റെ മനസ്സിൽ ചിന്തയായി. അപ്പൊ 2 സംശയങ്ങളായി. അപ്പൊ ഞാൻ ഈ സംശയം ആരോട് ചോദിക്കുമെന്ന് ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുക. അപ്പോ ആ സമയത്താണ് ഞാനിതിന് മറുപടി എവിടെ നിന്ന് കിട്ടും? ജീവിതത്തിൽ ആദ്യമായിട്ട് ബൈബിള് എടുത്തു നോക്കി. ഈ സംശയങ്ങൾ ഒക്കെ ഉള്ള മറുപടി എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ബൈബിൾ എടുത്ത് നോക്കി. ബൈബിൾ എടുത്ത് മറിച്ച് വായിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തന്നെ കിട്ടിയത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. യാതൊന്നിന്റെയും, ആകാശത്തിലോ ഭൂമിയിലോ സമുദ്ര വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയോ അതിനെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്നുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ അന്നൊരു പെസഹാക്കാലം, പള്ളിക്കകത്ത് തന്നെ 10-14 രൂപങ്ങളും ഇരിപ്പുണ്ട്. അതെല്ലാം ഒരു കറുത്ത തുണിയിട്ട് മൂടി കെട്ടി വെച്ചിരിക്കുന്ന കാലമാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊന്നും ഉണ്ടാക്കരുത് എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയും നമ്മൾ ഇതിനെ ഉണ്ടാക്കുകയും വലിയ പെരുന്നാളിന് ഇങ്ങനെ കൊണ്ടു നടക്കുകയും മാത്രമല്ല ഇങ്ങനെ മൂടി കെട്ടി വെച്ചിരിക്കുകയും ചെയ്യുകയാണല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം, എന്താണ് ഇതിന്റെയൊക്കെ ആത്മീയത, എന്താണെന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നു.
അപ്പൊ ഞാൻ ഈ 3 സംശയങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഇത് ആരോട് ചോദിക്കുമെന്നിങ്ങനെ ഒരു ഒരു ഉത്തരം കിട്ടാത്ത ഒരു ഇതായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ 3 പള്ളിയിലുള്ള മിഷലീന്റെ പ്രവർത്തകരായിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാനം വെച്ചു. അപ്പൊ ധ്യാനഗുരു ഒരു കപ്പൂച്ചൻ സഭയിലെ അച്ഛനാ വന്നത്. ഈ ബ്രൗൺ കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട ഒരു അച്ഛൻ. ആ പള്ളിയിൽ അച്ഛനുണ്ട്, ഈ വന്ന വേറെ 1-2 അച്ഛന്മാരുണ്ട്. ഇവരെല്ലാരും ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങളെല്ലാവരും കുട്ടികൾ, പള്ളി നിറച്ച് കുട്ടികളുണ്ട്. മിഷലീന്റെ 3 പള്ളിയിലെ കുട്ടികളെല്ലാം ഉണ്ട്. പിന്നെ പള്ളി നിറച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ 3 ദിവസം ഉച്ച വരെ ധ്യാനം. ഉച്ച കഴിയുമ്പോൾ ധ്യാനം അവസാനിപ്പിക്കും. 3-ാമത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കപ്പൂച്ചൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇനി മക്കാർക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കപ്പൂച്ചൻ സഭയിലെ അച്ഛന്മാരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി ആത്മീയരാണ് എന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് ചോദിക്കാൻ പറഞ്ഞ് ഞാൻ ഏറ്റുന്നു. പക്ഷെ ആരും ചോദിക്കുന്നില്ല. എന്നാൽ ആർക്കും സംശയം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു സംശയമല്ല, 3 സംശയങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. എന്നോട് ഇവിടുത്തെ പള്ളിയിലെ കൈക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്, എന്ത് കാര്യം ചെയ്താലും ഇങ്ങനെ ഒരാളെ കൊല ചെയ്താൽ പോലും അച്ഛനോട് പറഞ്ഞു കുമ്പസാരിച്ച പാപം പോകുമെന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, അതിലൊരു വാസ്തവം ഇല്ല മോനെ, അത് ആര് പറഞ്ഞാലും വെറുതെ പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരണം ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളെ കുറിച്ചും ഒക്കെ അച്ഛനൊരു വിശദീകരണം തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. രണ്ടാമത്തെ സംശയം ഞാൻ പറഞ്ഞതാണ്, അച്ഛാ ഒരാളെ വേറൊരാള് വെള്ളത്തിലിറക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ ഇറക്കി മുക്കുന്നത് കണ്ടു. ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ കൊണ്ടത് ഇങ്ങനെ തലതൊട്ടപ്പൻ തലയെ കൈ തൊട്ടിട്ട് ഇങ്ങനെ വെള്ളം തളിക്ക് മാമോദിസ മുക്കുകയാണ് ചെയ്തത്. ഇതിലേതാണ് ശരി എന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ ആൾക്കാരെ നിന്നുകൊണ്ടായി പറയുന്നു, ഞങ്ങളെല്ലാം തൊട്ട് തറയിലിരിക്കുക. അച്ഛൻ പറഞ്ഞു, ആ വെള്ളത്തിൽ ഇറക്കി മുക്കിയതാണ് ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെ ശരിയാകുന്നത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ കൈ കീഴിൽ യോർദാനിൽ ഇറങ്ങി സ്നാനമേറ്റ് കാണിച്ചു തന്നു, അതാണ് മാതൃക. ഞാൻ ചോദിച്ചു, അങ്ങനെ അതാണ് ശരിയെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, നമ്മുടെ സഭയ്ക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പൂർത്തിയാകുള്ളൂ എന്നൊക്കെ പറഞ്ഞു അച്ഛൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, 3-ാമത്തെ സംശയം അച്ഛൻ, യാതൊന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ ഉണ്ടാക്കരുത് എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കി പള്ളിക്ക് കയറുമ്പോ ഈ തുണിയിട്ടൊക്കെ ഇങ്ങനെ മൂടി കെട്ടി വെച്ചിരിക്കുന്നു, ബൈബിളിന് വിരുദ്ധമായ കാര്യമല്ലേ? അപ്പൊ ഈ അച്ഛന്മാരെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്തെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പള്ളിമുറിയിലോട്ട് വാ, ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു, സംശയം തീർത്തു തരാമെന്ന് പറഞ്ഞു. എന്നാ ശരിയെന്നും പറഞ്ഞു. അപ്പോ പറഞ്ഞു, എല്ലാരും പറഞ്ഞു വിട്ടു, എല്ലാരും പോയി. അച്ഛന്മാര് വിചാരിച്ചു ഞാനും പോയെന്നാ. ഞാൻ പോയില്ല. ഞാൻ നേരെ അച്ഛന്മാര് താമസിച്ച് മുറി ചെന്നു. അവിടെ ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാനിങ്ങനെ സംശയം തീർക്കാൻ വേണ്ടി വന്നതാ, എനിക്ക് എന്റെ സംശയം പറഞ്ഞു തരണം, അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു തരണം. അച്ഛനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് മറ്റേ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് മേശപ്പുറത്തിരുന്ന ഒരു റോൾത്തടി എടുത്ത് എന്റെ നേരെ ഓങ്ങി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മര്യാദയ്ക്ക് കൂടുതൽ സംശയങ്ങളൊന്നും ചോദിക്കണ്ട, ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അടങ്ങി ജീവിച്ചോളാം. ഞാനന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒന്നും വേണ്ടിയില്ല. കാരണം സംശയം ചോദിച്ചാൽ ആ സംശയത്തിന് മറുപടി പറഞ്ഞു തരാനുള്ള അറിവ് അവർക്കില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതോടുകൂടി പള്ളിയിലേക്കുള്ള പോക്ക് ഞാൻ അവസാനിപ്പിച്ചു. അവരെന്നെ ശ്രദ്ധിച്ചു. കുറെ നാളുകളായിട്ട് ഞാൻ പള്ളിയിലേക്ക് ചെല്ലുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ തലതൊട്ടപ്പനായിരിക്കുന്ന ഒരാളെ പറഞ്ഞു വിട്ടു. അദ്ദേഹം പള്ളിയിലെ കമ്മിറ്റിക്കാർ കൈക്കാരനും ഒക്കെ. അദ്ദേഹം എന്റെ അടുക്ക വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇടാ നീയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? എന്റെ കല്യാണം ആര് നടത്തിത്തരും? നിനക്ക് ആര് പെണ്ണു തരും? അപ്പൊ പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്ന ഒരു സംഭവം പോലും ഞങ്ങളുടെ നാട്ടിലില്ല ആ സമയത്തൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് പെണ്ണ് കെട്ടാനും മരിച്ചാൽ കുഴിച്ചിടാനും വേണ്ടിയിട്ടുള്ള പള്ളി വേണ്ട, ആത്മീയമായിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ അവരോട് എന്ന് പറഞ്ഞു. മേലാൽ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുക്ക വരികയും വേണ്ടത്. അങ്ങനെ ഞാൻ ആ ഭാഗം തീർന്നു. ഇനി പള്ളിയിലും ഇല്ല, എങ്ങും പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ കുറെ നാൾ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാ ഒരു കാര്യം അമ്പലത്തിൽ പോകാം എന്ന് പറഞ്ഞ് കുറെ ആളുകളുടെ കൂട്ടത്തിൽ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കള്ളിമാലി അമ്പലം എന്ന് പറയുന്ന അമ്പലമുണ്ട്, രാജാക്കാടിനപ്പുറം.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ സംശയം. വലിയ ഭദ്രകാളിയുടെ രൂപം, കുറെ തലകളെല്ലാം കഴുത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു, രക്തമൊലിക്കുന്ന തലകൾ, കുറെ ഭീകരമായിരിക്കുന്ന രീതിയിലുള്ള നാക്കും, അതുപോലെ കുറെ ആയുധങ്ങളും എല്ലാം കയ്യിലിരിക്കുന്നുണ്ട്. എന്റെ കൂട്ടത്തിൽ വന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചു, ആ മനുഷ്യൻ എന്നെ കുടിക്കിട്ട് പോയ മനുഷ്യൻ ഇതിനെ കണ്ടിങ്ങനെ പോയി കണ്ണൊക്കെ അടച്ച് കൈയൊക്കെ കൂപ്പി പിടിച്ച് അതിന്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ തോണ്ടിയിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പൊ നമ്മളിങ്ങനെ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഇതേ രൂപത്തിൽ ഈ ആള് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇറങ്ങി ഓടുന്നു പറഞ്ഞു. എനിക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടായി. ഞാൻ ഉടനെ പിന്നെ അങ്ങോട്ട് പോകാതെയായി. അങ്ങനെ ഞാനിങ്ങനെ പിന്നീട് എന്റെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തുറന്ന് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കാരണന്മാർക്കില്ലായിരുന്നു. പഠിക്കണമെന്നും എനിക്കും കൂടുതൽ താല്പര്യമില്ല. ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഹൃദയത്തിലൊരു താല്പര്യം, എന്നെ ആളുകൾ അറിയണം, ആളുകളുടെ മുമ്പിൽ എന്നെ 4 പേര് അറിയുന്ന ഒരു ജീവിതം, അതാണ് ഞാൻ പ്രതീക്ഷിച്ചതും കണക്ക് കൂട്ടിയത്. അതിനുവേണ്ടി ഞാനിങ്ങനെ നടന്നു. അപ്പോ ഈ സമയത്തൊക്കെ അടിമാലി 200 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2 ദേവദാസന്മാർ, അവരെ രണ്ടുപേരും ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന ദേവദാസന്മാരാ. ഇവര് രണ്ടുപേരും ഞങ്ങളുടെ നാട്ടിലേക്ക്, എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് അവരൊക്കെയാണെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിലും നാട്ടിലൊക്കെ വരുന്നത്. അപ്പൊ അവരെന്റെ നേരെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹത്തെ ഇങ്ങനെ സുവിശേഷ മീറ്റിങ്ങുകളിലൊക്കെ ഇവർ കൂട്ടിയിട്ട് പോയി. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. എന്റെ വീട്ടിൽ ആദ്യമായിട്ട് രക്ഷിക്കപ്പെടുന്ന എന്റെ നേരെ മൂത്ത ജ്യേഷ്ഠനാണ്. അദ്ദേഹം രക്ഷിക്കപ്പെടുന്ന സമയത്ത് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി, അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഈ പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് നേരെ ഒരു ബൈബിൾ കോളേജിലേക്ക് പോയി. പിന്നീട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തമിഴ്നാട്ടിൽ നിന്ന് കരാട്ടെ എന്ന കായിക കല പഠിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ വന്നു. ഞാൻ അവരുമായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടുകൂടി. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഉടുമ്പൻചോല താലൂക്കിന്റെ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്ന CP ബാബു എന്ന് പറയാം, മരിച്ചുപോയി. അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഞാനും കൂടിയാണ് ആ കാര്യങ്ങളിൽ ബന്ധപ്പെടുകയും ഈ പരിസരങ്ങളിലെല്ലാം, മിക്കവാറും ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളും, മൂന്നാറ്, ശാന്തമ്പാറ, തമിഴ്നാടിന്റെ കുറെ പ്രദേശങ്ങളൊക്കെ, ഈ കുരുള സിറ്റി, അതുപോലെ കടുക്കാ സിറ്റി, രാജകുമാരി എന്ന് പറയുന്ന പ്രദേശങ്ങളിലെല്ലാം കരാട്ടെ ക്ലാസും മറ്റു കാര്യങ്ങളെല്ലാമായിട്ട് ഇങ്ങനെ അങ്ങനെ കുറെ നാളുകൾ ഇങ്ങനെ മുമ്പോട്ട് പോയി. അതായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്റെ സാമ്പത്തിക വരുമാനവും എല്ലാ കാര്യങ്ങളും അത് തന്നെയായിരുന്നു. അങ്ങനെ ചില വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ വീട്ടിൽ ഓരോരുത്തരായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ട്, എന്റെ മൂത്ത ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ട് നേരെ അദ്ദേഹത്തെ ഒരു ബൈബിൾ കോളേജിലേക്ക്, ആലപ്പുഴയുള്ള ഒരു ബൈബിൾ കോളേജിലേക്ക് അദ്ദേഹം കടന്നുപോയി. പിന്നീട് എന്റെ അമ്മ രക്ഷിക്കപ്പെട്ടു, എന്റെ അനുജൻ രക്ഷിക്കപ്പെട്ടു, ഞങ്ങൾക്ക് ഒരേ ഒരു പെങ്ങളുണ്ടായിരുന്നു, അവള് രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ ഓരോരുത്തർ രക്ഷിക്കപ്പെടുമ്പോൾ അവരവരുടെ പള്ളിയിൽ നിന്ന് ഓരോരുത്തരും പ്രാർത്ഥനയ്ക്ക് വരും. അപ്പൊ എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് പ്രാർത്ഥനയെ കൂടുതലും സംബന്ധിക്കാനും താല്പര്യമില്ല. കാരണം മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ മാറിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലാരും അറിയില്ല. പ്രാർത്ഥന വീട്ടിൽ നടക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ ചെറിയ കവലയ്ക്ക് നെടുമറ്റം എന്ന് പറയും, അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. ആ ഷാപ്പിൽ പോയിരുന്നു വയർ നിറച്ച് കള്ളും കുടിച്ച് അവിടെ ഇരിക്കും. എന്നിട്ട് പ്രാർത്ഥനക്കാരെല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വീട്ടിലേക്ക്. അങ്ങനെയായിരുന്നു എന്റെ ഒരു രീതി. അപ്പൊ എന്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ എനിക്കെങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥന മനസ്സോടെ അല്ലെങ്കിലും ഇങ്ങനെ സംബന്ധിച്ച് പോകുമായിരുന്നു. അപ്പൊ അവിടെ പ്രസംഗിക്കാൻ പറയുന്ന യുവാസന്മാരും ആൾക്കാരും ഒക്കെ സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളതാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ അതൊന്നും അങ്ങനെ കണക്ക് കൂട്ടിയില്ല, മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മുമ്പോട്ട്. ഒരിക്കൽ ഒരു ദിവസം എന്റെ പെങ്ങള് അമ്മയും കൂടെ എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളെ മാങ്ങാത്തോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോയി വിട്ടു പോരെ, ഒന്ന് വരാമോന്ന് ചോദിച്ചു. അങ്ങനെ ഞാനൊരു ഇവർക്ക് വേണ്ടി ഇവരെ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു കെട്ടിടം, അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്, പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു കെട്ടിടം, കറണ്ട് ഇല്ല, ഒരു പെട്രോൾ മാക്സ് മാത്രം ആ ഹാളിന്റെ സെന്ററിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. കുറച്ച് ആളുകളുണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ടുപോയി വിട്ടിട്ട് വീണ്ടും തിരിച്ച് 2.5 കിലോമീറ്റർ നടക്കണം. വീണ്ടും തിരിച്ചു വരേണ്ട ആവശ്യമില്ല, അതുവരെ ഇവർ കഴിയട്ടെ, ഏതാണ്ട് എന്തെങ്കിലും ആയിട്ട് ഇവിടെ ഇരിക്കാന്നാണ് കൂട്ടി. ഈ പെട്രോൾ മാക്സിന്റെ കൃത്യ അടിവശത്ത് കുറച്ച് ഇരുട്ടുണ്ട്.
ആ ഇരുട്ടത്ത് ഞാൻ പോയി ഇങ്ങനെ ഇരുന്നു. ആരും എന്നെ കാണണ്ട എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവദാസൻ അവിടെ നല്ല പ്രസംഗം നടത്തുകയും പറ്റില്ല. എല്ലാവരും പ്രസംഗം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൈയടിക്കുന്നു, ജീവാക്ഷ പറയുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാനിതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കി. ഒടുക്കമായിട്ട് ഈ ദൈവദാസം വന്ന് ഇറങ്ങി വന്ന് ഇരുട്ടത്ത് വന്ന് ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് എന്റെ തലയെ പിടിച്ച് കുലുക്കിയേച്ചിട്ട് എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു, പക്ഷെ നീ ഒരിക്കലും ദൈവത്തിന് പിടികൊടുക്കാതെ ഇങ്ങനെ പോവുകയാണ്, അതുകൊണ്ട് ദൈവം നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ പരിഹാസമാണ് അന്നേരം തോന്നിയത്. കാരണം ചില ബുധനാഴ്ചയാണ്, അന്ന് മാത്രമേ എനിക്ക് കരാട്ട ക്ലാസ് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ശനി ഞായറൊക്കെ 2 തവണയുണ്ട് കച്ചവടക്കാർക്ക് വേണ്ടി രാത്രിക്ക് ഒക്കെ ക്ലാസ്സും എല്ലാ കാര്യങ്ങളും നടക്കുന്ന 5-6 വർഷം ഈ പരിപാടികൾ നടക്കുന്നതാണ്. പിള്ളേരൊക്കെ ഞാൻ പഠിപ്പിക്കുകയും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ അടിക്കുമെന്ന്. എന്റെ മനസ്സിൽ പുച്ഛമായിട്ട് തോന്നി. ഞാൻ എന്തുമാത്രം അടിയും തൊഴിയൊക്കെ കണ്ടയാളാ, ഇനി ദൈവം തമ്പുരാൻ അടിക്കുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറുതെ വ്യക്തിത്വം പറയുന്നതല്ലേ എന്ന് എനിക്ക് തോന്നി. എന്നാൽ ആ സമയത്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞു. എന്റെ വിവാഹം കഴിഞ്ഞു. 1990 ഒക്ടോബർ മാസം 29-ാം തീയതി എന്റെ വിവാഹം നടന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വീട്ടിൽ നിൽക്കണം. വിവാഹം കഴിച്ച ജ്യേഷ്ഠന്മാരൊക്കെ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വേറെ മാറി താമസിക്കാനൊക്കെ തുടങ്ങിയത് കൊണ്ട് വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോ എന്നോട് വീട്ടുകാർ പറഞ്ഞു, നീ പറമ്പി പണിയൊക്കെ ചെയ്ത് വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്നു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 5 സെന്റ് സ്ഥലവും ഒരു വീടും വേറെ വാങ്ങിച്ചു. സേനാവതി എന്ന് പറയുന്ന ആ സ്ഥലം അവിടെ വാങ്ങിച്ചിട്ട് അവിടേക്ക് എന്റെ ഭാര്യയെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് തയ്യാറായി. അവിടെ ചെന്ന് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് പറമ്പിൽ പണിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുന്നത് നമുക്ക് കരാട്ട ക്ലാസ്സിലൊക്കെ ഓരോന്ന് അവസാനിച്ചു. പിന്നെ വരുമാനമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നിത്യചെലവിന് വരുമാനം വേണമല്ലോ. അപ്പൊ ഇങ്ങനെ അതിനുവേണ്ടി വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം, എന്റെ പറമ്പിൽ യൂക്കാലി നിൽപ്പുണ്ട്, നമുക്ക് തടി വെട്ടി വിറ്റിട്ട് ആ കാശും കൊണ്ട് നമുക്ക് തടിക്കച്ചവടം തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ആകട്ടെ എന്ന് കണക്കൂട്ടി തീരുമാനിച്ച് പണി തുടങ്ങി. 3 ദിവസം പണിതു. 2 ദിവസം പണിത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ഞാൻ എന്റെ ഭാര്യനെ പറഞ്ഞു വിട്ടിട്ട് ഞാനും ഇവരുടെ കൂട്ടത്തിൽ കൂടി ലോഡിങ്ങാണ്. ഈ ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിലെ ഏറ്റവും വലിയ തടി എന്ന് പറഞ്ഞാൽ 18 അടി നീളവും 48 ഇഞ്ച് വണ്ണവുമുള്ള ഒരു വലിയ യൂക്കാലിത്തടി താഴോട്ട് പോകുന്നു. അത് 10-18 തൊഴിലാളികളെ, ഈ നാട്ടിലെ തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നേര്യമംഗലം മില്ലിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന. അപ്പൊ നേര്യമംഗലത്ത് കൊണ്ടുവന്ന തൊഴിലാളികളോട് ചേർന്നാണ് ഈ പണി നടക്കുന്നത്. പണി നടന്ന സമയത്ത് ഈ ലോറിയെ കയറ്റി വെച്ച ഒരു തടി നേരെ താഴോട്ട് പോകുന്നു. ഞാൻ 3-ാമത്തെ ആളായിട്ട് തടി തോളപ്പിച്ചുകൊണ്ട്, എനിക്ക് ഈ പണിയും കാര്യങ്ങളൊന്നും അറിയില്ലാത്തത് കൊണ്ട് എന്റെ വലത്തെ തോളാലാണ് തടിയിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും ഇടത്തെ തോട്. അവർക്ക് പതുക്കെ ഒഴിവായാൽ മതിയായിരുന്നു. എനിക്ക് ഒഴിവാകാൻ പറ്റിയില്ല. ഞാൻ ഒരു പ്രകാരത്തിൽ പെട്ടെന്ന് ശരീരം ഒന്ന് ഒഴിവാക്കി. പക്ഷെ ഈ തടി വന്ന് എന്റെ ഇടത്തെ കാലിൽ വീണു. അങ്ങനെ എന്റെ കാല് ഒടിഞ്ഞ് വല്ലാത്ത പരുവത്തിലായിപ്പോയി. അങ്ങനെ ആളുകൾ എല്ലാവരും കൂടെ കൂടി എന്നെ അവിടുന്ന് കൂടുതൽ പണിതുള്ള പണിക്കാരെല്ലാം കൂടി എടുത്ത് നേരെ പല ആശുപത്രികളിൽ കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും പറഞ്ഞത് കാല് പോക്കാണ്, അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല, വേഗം താഴോട്ട് എവിടെയും പൊക്കോളാൻ. അങ്ങനെ പോയി ഒടുക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നുമ്പോൾ ഒരു 5 മണി സമയം വൈകിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാല് എന്റെ മുട്ടിന് മുകളിലേക്ക് ഒടിഞ്ഞതിന്റെ താഴോട്ടുള്ള ഭാഗം ചെറിയൊരു കഷ്ണം പോലെ തൂങ്ങിക്കിടന്ന് ആടുന്നുണ്ട്. ബാക്കി എല്ലാം വല്ലാത്ത വണ്ണം വെച്ച് നീര് വെച്ച് ഇങ്ങനെ വല്ലാത്ത ഒരു. അപ്പോ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ വന്ന് വിളിച്ചു കൊണ്ടുവന്നു, ഓപ്പറേഷൻ ചെയ്തു. കൊണ്ടുവന്ന് അതുപോലെ തന്നെ കിടത്തി. ഞാൻ നോക്കുമ്പോ എന്റെ അസ്ഥികൾ എനിക്ക് കാണാം. അന്ന് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് തുന്നിക്കെട്ടാനോ ഒന്നും പറ്റത്തില്ലാത്ത രീതിയിലായിരുന്നു അവസ്ഥ. അങ്ങനെ കിടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോ ഈ 2 പ്രൊഫസർമാർ, ഓർത്തോപീഡി സർജറി വിഭാഗം പ്രൊഫസർമാർ KC ഗോപാലകൃഷ്ണൻ, KC അലക്സാണ്ടർ എന്ന് പറയുന്ന 2 പ്രൊഫസർമാർ വന്ന് ഒരു ദിവസം വൈകിട്ട് നന്നായിട്ട് പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്റെ ഒടിഞ്ഞ ഭാഗത്ത് വെച്ചൊരു വര വരച്ചിട്ടാണ്. അങ്ങനെ
ഒരു വര വരച്ചിട്ട് ഇവര് ഡ്യൂട്ടി റൂമിലേക്ക് പോയി. അപ്പൊ എന്റെ ഇടതും വലത്തും കിടന്ന ആളുകൾ പറഞ്ഞു, ചേട്ടൻ ഞങ്ങളുടെ കൂടെ ആയി എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത്, കണ്ടോ, കാല് മുറിച്ചു കളഞ്ഞവര്, കൈ മുറിച്ചു കളഞ്ഞവര്, രണ്ട് കാലും മുറിച്ചു കളഞ്ഞവര്, രണ്ട് കൈയും മുറിച്ചു കളഞ്ഞവരൊക്കെയാണ് കൂട്ടത്തിലൊക്കെ ഉള്ളത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാ, ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് പോകും, ചില ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാകുന്നത്, അന്നേരം മുറിച്ചന്റെ താഴോട്ട് കാണത്തില്ല, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഭാരവും വലിയ വിഷമവും തോന്നി. ഞാൻ അവിടെ കിടന്ന് വല്ലാതെ അലറിക്കാട്ടി. കാരണം എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണ്. 92-ലാണ് ഈ കാര്യം നടക്കുന്നത്. നല്ല ആരോഗ്യവും നല്ല രണ്ട് കൈയും കാലുകളും നല്ല ബുദ്ധിയൊക്കെ ഉണ്ടായിട്ട് ഈ ഭൂമി ജീവിക്കാൻ പാടാം. അപ്പൊ ഒരു കാലും കൂടെ നഷ്ടപ്പെട്ടു പോയാൽ എന്റെ അവസ്ഥ ഓർത്തു കഴിഞ്ഞപ്പോ എന്റെ പിടിവിട്ടുപോയി. ഞാൻ അവിടെ കിടന്ന് വല്ലാതെ അലറിക്കാരുന്നു. ആ വാർഡിലുള്ള സകല ആളുകളും എന്റെ ബെഡിനടുത്ത് വന്നു. ഞാൻ എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സ് തുറന്ന് യേശു കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചൊരു നിമിഷമായിരുന്നു. ഈ കാല് എനിക്ക് നീ തിരിച്ചു തന്നാൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തോളാം എന്ന് തീരുമാനമെടുത്തു. ആ സമയത്ത് പെട്ടെന്ന് ഒരു വലിയൊരു ആശ്വാസം, ഒരു തണുപ്പും എന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഇത് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ കിടന്ന ആളുകളെല്ലാം കൂടി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാർ വീണ്ടും തിരിച്ചു വന്നു. വരച്ചിട്ട് പോയ ഡോക്ടർമാർ 10-15 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. അവര് തിരിച്ചു വന്നിട്ട് വേഗം തന്നെ ഒന്നും കൂടെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ എത്രയും പറ്റുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒന്നുകൂടെ കൊണ്ടുപോവാം, ഞങ്ങൾ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഒന്നുകൂടി എല്ലാം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്നെ കൊണ്ടുവന്ന് അവിടെ തന്നെ കിടത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം മുകളിലിരിക്കുന്ന ആളുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഇനി ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരങ്ങ് പോയി. എന്നിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഒരു ഞരമ്പിൽ കൂടിയെങ്കിലും ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താൽ നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവര് പോയി. 40 ദിവസം ഞാൻ അവിടെ കിടന്നു. 12 ദിവസം കാലിൽ വെയിറ്റ് ഇട്ട് കിടന്നു. ആ കർത്താവിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. എന്നെ അവൻ സൗഖ്യമാക്കി, എന്നെ വിടുവിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വഴുതി മാറിപ്പോയി. കാരണം എന്താ, എന്റെ ജീവിത സാഹചര്യവും എന്റെ ഭാര്യയുടെ കൂട്ടത്തിലുള്ള ജീവിതം, അവർക്ക് ചെലവിന് കൊടുക്കണം, കുട്ടി ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ചെലവിന് കൊടുക്കണം. ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. പിന്നെ സുവിശേഷ വേല എങ്ങനെ ചെയ്യും? അങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് മാർഗം, ജീവിക്കാനുള്ള മാർഗം വേറെ എന്താണ് ഉള്ളത് എന്നല്ല ഓർത്തപ്പോ ഞാൻ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ കരാട്ട ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ എന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു ആള്, അവൻ ആധാരമെഴുത്ത് ആഫീസുമായിട്ട് ഇരിക്കുക, സ്വന്തമായിട്ട് ലൈസൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ 1-2 വിവാഹം തൊട്ടടുത്തുള്ള 1-2 പേര് ഇങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങിയ സമയമാണ്. ആ സമയത്ത് 2 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ ആ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടുക്കാത്തിൽ ചെല്ലുമ്പോഴാണ് അന്ന് എന്റെ കൂട്ടത്തിൽ പഠിച്ച ഈ വ്യക്തിനെ കാണുന്നത്. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ച് പറഞ്ഞു, ഞാൻ ഓന്റെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ നാളെ മുതൽ ഇങ്ങോട്ട് പോരെ, എന്റെ ഓഫീസിലേക്ക് പോരെ, ഇവിടെ വന്നിരുന്നു, ആധാരം എഴുതുന്ന ഒന്നിച്ച് ചെയ്യാം. അപ്പൊ എന്നെ നാട്ടിലുള്ള ആളുകളെല്ലാം അറിയുമെന്ന് അവനറിയാമായിരുന്നു. ആളുകളെല്ലാം എന്നെ അറിയുന്ന ആളുകളെല്ലാം അവന്റെ അടുക്കൽ ആധാരം എഴുതാൻ വരുമെന്നുള്ളത് അവനറിയാം. ഞാൻ അവിടെ ഇരുന്നു ഒരു 10-25 വർഷത്തോളം അങ്ങനെ ആധാരത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, എത്ര തരത്തിൽ ആധാരമുണ്ട്, അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള ആധാരങ്ങളുണ്ട് എന്നെല്ലാം പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയി. ആ സമയത്ത് കുറച്ച് അത്യാവശ്യം സാമ്പത്തികം ഒക്കെ ഉണ്ടായി. വീടൊക്കെ ചെറുതായിട്ടൊന്ന് പണിതു, കുറച്ച് ഫർണിച്ചറുകളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടു. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് ചില വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് 5 വർഷത്തെ വ്യത്യാസമുണ്ട് 2 മക്കൾ തമ്മിൽ. 5 വർഷം കഴിഞ്ഞപ്പോൾ ഇളയ മോനുണ്ടായി. അവനൊരു 7 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞപ്പോ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയി. 3 ദിവസം പനിച്ചു കഴിഞ്ഞ് 4ാമത്തെ ദിവസം മരുന്ന് കൊടുക്കാൻ വേണ്ടി എന്റെ ഭാര്യ കുഞ്ഞിന്റെ അടുത്ത് ചെന്നപ്പോൾ കൊച്ചിന്റെ ഒരു ഭാഗം ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക, വലിച്ചു കൂട്ടുന്ന പോലെ തോന്നി. ഉടനെ കുട്ടീനെ വാരി എടുത്തുകൊണ്ട് ഇവിടെ കരഞ്ഞ്, 7 മാസം മാത്രമേ ഉള്ള കുഞ്ഞിന് പ്രായം, ഓടി എന്റെ ഒരു ജ്യേഷ്ഠനും കൂടെ ആ കൂട്ടത്തിൽ കൂടി എല്ലാവരും കൂടി പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു.
ആശുപത്രിയിൽ എത്തിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ വൈകിട്ട് എനിക്ക് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് എനിക്ക് വൈകിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വൈകിട്ട് ഞാൻ നേരെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കാണുമ്പോൾ എന്റെ കൊച്ചിന്റെ കണ്ണ് തുറന്നിങ്ങനെ നോക്കുമ്പോൾ വെള്ളമിഴി മാത്രമേ കാണത്തുള്ളൂ, കൃഷ്ണമണി കാണത്തില്ല. തന്നെയല്ല, കുഞ്ഞിനെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. ഇങ്ങനെ കൂമ്പിച്ച താള് വാടി കിടക്കുന്നത് പോലെ എന്റെ കുഞ്ഞിങ്ങനെ കിടക്കും. ഞാൻ അവിടെ 2 ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരെ പെട്ടെന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താണ് സാർ എന്റെ കുഞ്ഞിന് പറ്റിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ഇവിടെ കിടക്കട്ടെ, 2 ദിവസം കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. മറ്റേ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, ഈ കുട്ടിക്ക് തലയ്ക്ക് എന്തോ കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു നിമിഷം പോലും ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് താഴെ എവിടെയെങ്കിലും നല്ല ആശുപത്രിയിൽ CT സ്കാൻ ഉൾപ്പെടെയുള്ള നല്ല ചെയ്യാൻ കഴിയുന്ന നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ടവിടുന്ന് പോകാൻ തയ്യാറായി. അപ്പൊ അവർ പറഞ്ഞു, അടിമാലിൽ ഒരു ഡോക്ടറുണ്ട്, കുട്ടികളുടെ ചികിത്സ ഡോക്ടർ, ഇത്രയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അടിമാലി കൊണ്ട് അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി ഒരു രാത്രി അവിടെ അദ്ദേഹം പറഞ്ഞു, താഴോട്ട് എവിടെയെങ്കിലും വേഗം കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് എത്രയും പെട്ടെന്ന് നേരെ കോതമംഗലം പെസോലിസ് എന്ന് പറയുന്ന ആശുപത്രിയുണ്ട്, അവിടെ എത്തിച്ചപ്പോൾ അവിടെ വിദഗ്ധനായിരിക്കുന്ന ഡോക്ടർ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല, അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ 10-20 ദിവസം വ്യത്യാസമുണ്ട്. അങ്ങോട്ട് വിളിച്ചു വരുത്തിയ ഒരു ഡോക്ടർ അവിടെ ഉണ്ട്. അന്നേരം ഡോക്ടർ നാരായണ മേനോൻ എന്ന് പറയും. അദ്ദേഹത്തെ പെട്ടെന്ന് വിളിച്ചു വരുത്തി. അദ്ദേഹം വന്ന് കണ്ടു. അദ്ദേഹം ഈ രോഗത്തിന്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി എന്നോട് വിളിച്ചു പറഞ്ഞു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. 1 മണിക്കൂർ സമയം തരാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, കൂട്ടത്തിലുള്ള ആളുകളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിക്ക് മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്. ഈ അസുഖത്തിന്റെ വ്യാപ്തി എന്തുമാത്രം ഉണ്ടെന്ന് അറിയില്ല. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം വരുന്ന കുട്ടികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പം 9 വർഷം, ചിലപ്പോൾ 11 വർഷം, ചിലപ്പോൾ 18 വർഷം, ഇങ്ങനെ വർഷങ്ങൾ കിടക്കും. തല മാത്രം വളരും, ബാക്കി ശരീരഭാഗങ്ങളൊന്നും വളരത്തില്ല. അങ്ങനെ വന്ന് ഒടുക്കം കുറേശ്ശെയായിട്ട് മരിച്ചു പോകും. അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയും. ഞങ്ങളുടെ വാർഡ് അന്നത്തെ രാജമാരി പഞ്ചായത്തിലെ മെമ്പറായിരിക്കുന്ന ഒരു ആളുടെ കുട്ടിക്ക് അതേ പ്രായത്തിൽ അതേ അസുഖം വന്ന ആ കുഞ്ഞ് 9 വർഷം കഴിയുമ്പോൾ മരിച്ചു. ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചികിത്സ ഞാനിവിടെ ചികിത്സിക്കാം, പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോയാലും അവിടെ ഈ രോഗത്തിന് ഇവിടെ തരുന്ന മരുന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ എവിടെയും കൊണ്ടിട്ട് കാര്യമില്ല, സാറ് ചികിത്സ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 13 ദിവസം അവിടുത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ ശരീരത്തിലേക്ക് മരുന്ന് ഒരു കാരണവശാലും കയറാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ഇന്ത്യയിൽ ഒരു ആശുപത്രി നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്കില്ല. കാരണം ഞാൻ എന്നെ വെളിയിൽ നിന്ന് വിളിച്ചു വരുത്തിയ ആളാണ്, ഈ അസുഖത്തിന്റെ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. അതുകൊണ്ട് മരുന്ന് കയറുന്നില്ല ശരീരത്തോട്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഉടനെ അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലം. ഫോണ് അതിലൊക്കെ 1-2 വീടുകളിൽ ഈ ലാൻഡ് ഫോൺ മാത്രം വിളിച്ചു പറഞ്ഞു, ഞങ്ങളിത് വരികയാണ് വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിട്ടത് 90% കുട്ടിയെ തിരികെ കിട്ടാൻ സാധ്യതയില്ല. അഥവാ കിട്ടിയാൽ ഒന്നുകിൽ കണ്ണ് കാണുകയില്ല, അല്ല ചെവി കേൾക്കില്ല, അല്ല വർത്താനം പറയല്ല, അല്ല ഒരു വശം തളർന്നതായിരിക്കും. 5 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഇതിലേതെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞാൻ വീട്ടിൽ വന്നു. അപ്പൊ എന്റെ അയലോകക്കാർ ആളുകളെല്ലാം ഇങ്ങനെ കൊച്ചിനെ കാണാനൊക്കെ ആയിട്ട് വരുന്നു. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞ് വലിയ വിഷമം തോന്നി, വലിയ ബുദ്ധിമുട്ടായി. ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ, പിന്നെ ചികിത്സിക്കാൻ മാർഗമില്ല. വൈദ്യശാസ്ത്രം ശരിക്കും കൈവിട്ടു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഞാനും ഭാര്യയും കുട്ടികളും കൂടി കിടക്കുന്ന മുറി കയറി. എന്നിട്ട് കൈ കോർത്ത് പിടിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും കർത്താവ് ഇന്നതാണ് എൻ്റെ അവസ്ഥ. ഇനി ഞങ്ങളുടെ മുമ്പിൽ ചികിത്സയില്ല, ചികിത്സിക്കാൻ മാർഗമില്ല. ഞങ്ങൾ കർത്താവിന്റെ അടുക്കൽ കുഞ്ഞിനെ തരികയാണ്. അതുകൊണ്ട് നാളെ മുതൽ ഞങ്ങൾ ഈ കുഞ്ഞിനു വേണ്ടി 3 ദിവസം വീട്ടിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞിനെ യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അങ്ങനെ തിരിച്ചു തന്നാൽ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്തു. എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുന്നു അന്നും എനിക്കറിയില്ല, അപ്പോഴും എനിക്കറിയില്ല. ആ സമയത്ത് ഞാന് കുളപ്പാറച്ചാൽ AG ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ മെമ്പറാണ്.
അവിടെ വേറൊരു ചർച്ചിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒക്കെ. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത് വീടിന്റെ ഭാഗത്തേക്ക് അടുത്തടുത്തേക്ക് വരുന്ന ചർച്ചുകളിൽ ഞാനിങ്ങനെ ആരാധനയെ സംബന്ധിച്ച് ഇരിക്കുക. ആ സമയത്താണ് ഈ കാലൊക്കെ ഒടിഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ സമയം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുളപ്പറച്ചാൽ ഏരിയ ചർച്ചിൽ ചെന്നു. അവരെ വളരെ ഹാർദവമായിട്ട് എന്നെ സ്വീകരിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. എനിക്ക് ഈ ആധാരവെഴുത്തും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ആ ചർച്ചിന്റെ സ്ഥലം വാങ്ങിച്ചതും ആ ചർച്ചിന്റെ ശ്മശാനത്തിന്റെ ലൈസൻസ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തത് ഞാനാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വലിയ കാര്യം, അതന്നും അത് ഇന്നും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള പാസ്റ്ററും സഹോദരങ്ങളും കൂടിയാണ് ഞങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് പോകുന്നത്. തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ 3 ദിവസം വീട്ടിൽ ഞങ്ങളെല്ലാവരും, വേറെ ആരുമില്ല, വീട്ടിൽ തന്നെ ഉള്ളവരെല്ലാവരും. അപ്പൊ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, ഞങ്ങള് 2 പേര് ഇരുന്നു പ്രാർത്ഥിച്ചു. അപ്പൊ അതിനു മുമ്പ് എന്റെ അനുജൻ രക്ഷിക്കപ്പെട്ടിരുന്നു. എന്റെ അനുജൻ രക്ഷിക്കപ്പെട്ട് അദ്ദേഹം ബൈബിൾ കോളേജ് CATR നമ്മുടെ വിശാഖപട്ടണത്തുള്ള ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി അദ്ദേഹം കടന്നുപോയി. അപ്പൊ ഏറ്റവും ഒടുക്കമാണ് ഞാൻ ഈ സുവിശേഷ വേലയിലേക്ക്, എന്റെ വീട്ടില് സുവിശേഷ വേലയിലേക്ക് വരുന്നയാള്. വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3 ദിവസം പ്രാർത്ഥന കഴിഞ്ഞേറ്റപ്പോൾ ഈ കുഞ്ഞ് 7 മാസം പ്രായമുള്ളൂ. ഈ കുട്ടിയെ കുറെ അങ്ങോട്ട് വല്ലാതെ ഛർദ്ദിച്ചു, വല്ലാത്ത വിഷമമായി. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ശരീരമൊക്കെ നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി. സാധാരണ 7 മാസം പ്രായമുള്ള കുഞ്ഞ് ചെയ്യുന്നത് പോലെയുള്ള ചെയ്യാൻ തുടങ്ങി. വളരെ സന്തോഷമായി. അപ്പൊ ഞാന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ അവിടുന്ന് കിലോമീറ്റർ ദൂരെയാണ് ഈ ആരാനിക്ക് അന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ സ്വന്തം നാട്ടില് ഒരു സുവിശേഷ പ്രവർത്തനം ഇല്ല. അവിടെ സുവിശേഷ പ്രവർത്തനത്തിന് വന്നവരെ എല്ലാവരെയും പല കാര്യങ്ങൾ പറഞ്ഞ ആളുകള് തല്ലുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അവിടെ നാട്ടിൽ നിന്ന് അവരെല്ലാം പോവുകയും. അപ്പൊ എനിക്ക് എന്റെ സ്വന്തം നാടിനെ കുറിച്ച് വലിയ ഒരു ഭാരം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനിങ്ങനെ സഭയിലും പറഞ്ഞു, ഞാനിങ്ങനെ. അപ്പൊ അതിനിടയ്ക്ക് ദൈവവചനം പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ സ്വന്തം നാട്ടിൽ ഒരു സുവിശേഷ പ്രവർത്തനവും ഇല്ലാത്ത നാടാണ്, അതുകൊണ്ട് എന്റെ നാടിനെ കുറിച്ച് എനിക്കൊരു ഭാരമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോ AGയിലെ പ്രവർത്തകര് ചേരിയാറ് ഒരു കെട്ടിടമൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് എന്നെ അവിടുത്തെ പ്രവർത്തകനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റു പല സുവിശേഷ സംഘടനക്കാരും വന്ന് ഞാനിങ്ങനെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് പല സംഘടനക്കാരും വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഇത്ര രൂപ ശമ്പളം തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ കർത്താവ് എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എന്റെ സ്വന്തം നാട്ടിലാണ് ഞാൻ സുവിശേഷ വേല ചെയ്യേണ്ടതെങ്കിൽ അതിനുള്ള ഒരു വഴി കർത്താവ് എനിക്ക് ഒരുക്കി തരണം. ഒരിക്കലും എനിക്കിവിടെ വാടകയ്ക്ക് കെട്ടണം വേണ്ട. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത് അവിടെ ഒരു വാടക കെട്ടിടത്തിലെടുത്ത് ഞങ്ങൾ ആരാധന തുടങ്ങി. അപ്പോൾ ഞാൻ സേനാപതിയിലാണ് ആരാധനയ്ക്ക് ആ കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. കുളപ്പറത്തിൽ ആരാധന തുടങ്ങുന്നത്. അപ്പോ ഒരു ദൈവദാസം വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ദൂരേക്ക് എന്തിനാ പോകുന്നത്, നമുക്ക് ഇവിടെ പ്രാർത്ഥന തുടങ്ങാം, ഇവിടെ എവിടെയെങ്കിലും കെട്ടിടം വാടക എടുക്കുന്നു. ഞങ്ങളിങ്ങനെ കെട്ടിടം അന്വേഷിച്ച് നടന്നിട്ടൊന്നും കെട്ടിടം ആരും തരാനില്ല. ആ അവസാനം ഒരു അമ്പലമുണ്ട്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും. ആ ക്ഷേത്രം ഒരു വലിയ പാറപ്പുറത്ത് ഒരു മലയുടെ മുകളിൽ. ആ അമ്പലത്തിന്റെ അടിവശത്ത് പാറ തീരുന്നിടത്ത് ഒരു ചെറിയ വീടുണ്ട്, പുല്ലുമേഞ്ഞ ചാണകം മെഴുകിയ ഒരു വീടുണ്ട്. ആ വീട്ടിലുള്ള ആളുകൾ വേറെ താമസം മാറിപ്പോയതുകൊണ്ട് ആ വീട് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുക. ഞാൻ ഉടനെ ആ വീടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെ വിളിച്ചിട്ട് ചോദിച്ചു, വീട് ഞങ്ങൾക്ക് തരാവോ? അപ്പൊ അവര് പറഞ്ഞു, അതിനെന്നെ തരാം, കുഴപ്പമില്ല. അവര് പറഞ്ഞു, എനിക്ക് മുറുക്കാൻ മേടിക്കാൻ എന്തെങ്കിലും തന്നാൽ മതി. അപ്പൊ ഞങ്ങളൊരു 100 രൂപ വാടകയും പറഞ്ഞ് ആ കെട്ടിടം വാടകയ്ക്ക് എടുത്തു. ഒരു 6 മാസത്തേക്ക് അഗ്രിമെന്റും വെച്ച് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഞങ്ങള് വീട്ടിലേക്ക് പോയി. ഉപവാസ പ്രാർത്ഥനയൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു. കുറെ ആളുകളൊക്കെ വന്നു. അത് ആ നാട്ടിലെ പുതിയൊരു ഏർപ്പാടായതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ വന്നു. അത് കഴിഞ്ഞ് പിറ്റേന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വരുമ്പോൾ അതുവരെ സന്തോഷമായിട്ടിരുന്ന ആളുകളെല്ലാം മുഖമല്ലാത്ത ഒരു പരുവത്തിലായി. കാരണം ഹിന്ദുക്കളായിട്ടുള്ള ആ പരിസരങ്ങൾ താമസിക്കുന്നതാണ്. വല്ലാത്ത ബുദ്ധിമുട്ടിലായി, മുഖമെല്ലാം വല്ലാത്ത രീതിയിലായി. ഞങ്ങളെ ഒരു പ്രത്യേക രീതിയിലാണ് നോക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ, ആരും എന്തോ ഒന്നും പറയുന്നുമില്ല.
എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്പലത്തിൽ നിന്ന് കൃഷ്ണൻ ഇറങ്ങിപ്പോയെന്നാണ് ഇവര് പറയുന്നത്. ഇവര് പാലായ്ക്ക് അപ്പുറത്ത് കടപ്പാട്ടൂരോ അങ്ങനെ കണ്ട് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോ കൃഷ്ണന്റെ ശക്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ അത് തിരിച്ച് കൊണ്ടുവന്ന് വെക്കാം, പക്ഷെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തിയാലും അതിന്റെ അടി വന്ന് കൂടിയിരിക്കുന്ന പ്രാർത്ഥനക്കാരെ ഒഴിവാക്കി വിട്ടെങ്കിൽ മാത്രമേ കൃഷ്ണൻ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവര് എങ്ങാണ്ട് നാളെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വീട് തന്ന ഈ ഒരു വെല്ലുവിളിച്ച് ഉണ്ടായിരുന്നു. ആ വെല്ലുവിളിച്ചിനെ വല്ലാതെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ അവിടുന്ന് ഒഴിവാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാടകയ്ക്ക് എനിക്ക് കെട്ടണം വേണ്ട ഇല്ല. കാരണം ഇതുപോലെ എന്തെങ്കിലും കാര്യം വന്നാൽ ഞങ്ങളെ ഇറക്കൂടും എന്നെനിക്ക് നല്ല ഒരു മുൻ അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ്, ഞാൻ എന്റെ സ്വന്തം നാട്ടിലാണ് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥനാ ഹാള് കിട്ടണം. ആരും ഇറക്കി വിടാതെ സ്വതന്ത്രമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ, ഞാനും എന്റെ ഭാര്യയും പിള്ളേരും മാത്രമേ ഉള്ളൂ, മതി. ഞങ്ങൾക്ക് ആരാധിക്കാൻ, സ്വതന്ത്രമായിട്ട് ആരാധിക്കാൻ ആരും ഇറക്കി വിടാത്ത ഒരു പ്രാർത്ഥനാലയം വേണം എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസൻ എന്റെ അടുക്ക വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളിങ്ങനെ സുവിശേഷവലയൊക്കെ തയ്യാറായി നിൽക്കുമല്ലേ, ഒരു കാര്യം ചെയ്യാം, അങ്കമാലിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവിടെ വടക്കേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ദേവദാസൻ പ്രസംഗിക്കാൻ വരുന്നു, നമുക്ക് അദ്ദേഹത്തെ പോയി ഒന്ന് കാണാന്ന് പറഞ്ഞു. എന്നാ പോയേക്കാന്ന് കണക്കൂട്ടി ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ദിവസം രാത്രിക്ക് വലിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഒരു മനുഷ്യൻ, ഡോക്ടർ എം എ തോമസ് എന്ന് പറയും. അദ്ദേഹമാണ് അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ പ്രസംഗമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു, സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നാ ഉദ്ദേശിച്ച് ഇങ്ങോട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കസേരയൊക്കെ ഇട്ട് തന്നെ അവിടെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ സുവിശേഷ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഇടുക്കി ജില്ലയിൽ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഞങ്ങളുടെ പരിസരത്തെങ്ങും ഒരു സുവിശേഷ പ്രവർത്തനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തണം എന്ന് താല്പര്യമുണ്ട്, അതുകൊണ്ട് സാറിന് എന്നെ ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് കേരളത്തിലെ പ്രവർത്തനത്തിൽ ഒരു താല്പര്യമില്ല, ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഏറിയുണ്ട് പ്രവർത്തിക്കാൻ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉദ്ദേശിക്കും. പിന്നെ നിങ്ങളിങ്ങനെ ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരാളുണ്ട്, അയാളെ വിട്ടൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പ്രവർത്തനത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകും. അങ്ങനെ ഞാൻ ആ കാര്യം വിട്ടു. അപ്പൊ ഇങ്ങനെ ആത്മീയ നേതാക്കന്മാരൊക്കെ പറയാറുള്ളതാണ്, പക്ഷെ അവര് പറഞ്ഞു കഴിഞ്ഞിട്ട് അതങ്ങോട്ട് വിടാറുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കും എന്ന് കണക്കൂട്ടി ഞാൻ അങ്ങ് പോന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആളുകൾ വന്നു, ഒരു ജീപ്പിനുള്ള ആളുകൾ വന്ന് അവിടെ എന്നെ അന്വേഷിച്ചു. അവർ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ അന്വേഷിച്ചാവും, രാജകുമാരി, രാജാക്കാട്, കരുനാപ്പാറ, പൂപ്പാറ, അതുപോലെ തന്നെ NR സിറ്റി, മുതുകല്, പുന്നസിറ്റി, ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം അവർ കറങ്ങിയിട്ടാവും. അപ്പൊ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഇല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ഒരു 5 സെന്റ് സ്ഥലവും ഒരു കെട്ടിടം വാങ്ങിക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തു തരാം, അതിനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് ഞാൻ കർത്താവിനോട് പറഞ്ഞ ആ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാലയമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവിന്റെ വേല ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, 2 കുഞ്ഞു പിള്ളേരുണ്ട്, ഇവരെ കൊണ്ട് ഞാൻ മാറണം, സ്ഥലമൊക്കെ പാകോട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിരുന്ന സ്ഥലം ഞാൻ വെച്ച വീടാണ്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ അനുജന്റെ വീതത്തിലേക്ക് മൂത്ത ജ്യേഷ്ഠൻ വന്ന്, കാരണന്മാരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മൂത്ത ജ്യേഷ്ഠനാണല്ലോ വീട്ടിലെ കാരണവർ, പുള്ളി വന്ന് എന്നോട് പറഞ്ഞു, എടാ, നാട്ടു നടപ്പനുസരിച്ച് തറവാട് അനിയന്മാർക്കുള്ള, നീ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് മാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, എനിക്ക് ഇതുപോലെ ഇവിടെ മാറണം, എനിക്ക് മാറി താമസിക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനുള്ള മാർഗമില്ല, പക്ഷെ കർത്താവ് എനിക്ക് വഴി തുറന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ അതുപോലെ തന്നെ വന്ന് നമ്മുടെ പ്രാർത്ഥനാ ഹാളിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡ് പോലെ, ഒരു ചെറിയ പാർസനേജ് പോലെ പണിത് അവിടെ താമസിക്കാനുള്ള ഒരു സംവിധാനം എനിക്ക് ഒരുക്കി തന്നു. അത് എന്റെ പ്രത്യേക രീതിയിൽ വേറെ ഒന്നുമായിട്ടല്ല, കർത്താവിന്റെ ഒരു വഴിയാണത്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു കുറച്ച് സ്ഥലം വേണം, ആട് ഫാം നടത്താനാണ്. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേറൊരു കാഞ്ഞിപ്പാറ വില്ലേജിലുണ്ട്, ആ സ്ഥലം ഒരു മേടായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അത് അതിലൊരു വിധം എനിക്കുണ്ട്,
60 സെന്റ് സ്ഥലം എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയി സ്ഥലമൊക്കെ കാണിച്ചു. പെട്ടെന്ന് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. പറ്റാത്ത വെള്ളം, ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് മേട്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, 10,000 രൂപ ഞാൻ തരാം, അഡ്വാൻസ് ചെയ്ത് ഗിരിവിട്ട് വെച്ചോളാൻ പറഞ്ഞു 2 വർഷത്തേക്ക്. അങ്ങനെ ഇദ്ദേഹം ഈ പൈസ തന്നു. 1-2 മരങ്ങളൊക്കെ വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് അത്യാവശ്യം അന്നത്തെ കാലത്ത് അത്യാവശ്യം ഇച്ചിരി പൈസ കൂടെ വേറെ കിട്ടി. അങ്ങനെ ആ പാർത്തനേജ് പണിതു. ആ മനുഷ്യൻ ഇന്ന് വരെ അവിടെ ആടുപാവ് നടത്തിയിട്ടില്ല, ഒന്നും നടത്തിയിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ 10,000 രൂപ. ഞാൻ പറഞ്ഞു 10,000 രൂപ തരാം, നിങ്ങളുടെ പൈസ ഒന്നും എനിക്ക് വേണ്ട, പലിശയൊന്നും തരില്ല, ആ സ്ഥലം വിൽക്കട്ടെ, ആ സ്ഥലം വിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പൈസ എന്നുള്ളത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ അത് ദൈവപ്രവൃത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അത് എന്നെ ആധാരം എടുത്ത് പഠിപ്പിച്ച ആശാനായത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ, ആശാനെ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് ആശാൻ ഇങ്ങനെ കണ്ണു തിരിച്ച് തമ്പുരാൻ എന്റെ മുമ്പിൽ കൊണ്ട് തന്നത്. അതുകൊണ്ട് ആശാൻ തന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പൈസ തരാം, പലിശയൊന്നും തരികയല്ല, ആ സ്ഥലം വിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞു നിൽക്കുക. ദൈവത്തിന് സ്വന്തം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇന്ന് എൻ്റെ ഇളയ മോൻ, അവൻ ഫോട്ടോഗ്രാഫിയും അതുപോലെ ആൽബം എഡിറ്റിങ്ങും ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് എൻ്റെ കണ്ണിന് മുമ്പിൽ ഇരിക്കുക. ദൈവത്തിന് സ്വന്തം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ തന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, എൻ്റെ നാട്ടില് കാരണന്മാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്നായി ജീവിച്ചതുകൊണ്ട് ഏത് വീട്ടിലും കയറി സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം പറയാനുള്ളതായിരിക്കുന്ന അവസരം എനിക്ക്. രാജമാരി പഞ്ചായത്തിന്റെ 13ാമത്തെ വാർഡ് നെടുമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാർഡിൽ ഞാനും എൻ്റെ ഭാര്യയും കയറി സുവിശേഷം പറയാത്ത വീടുകളില്ല. ദൈവത്തിന് സ്വന്തം. അതുപോലെ തന്നെ മറ്റ് ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോയി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേല വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും കൺവെൻഷൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തി. അതാണ് പറയാനായിട്ടുള്ള കാര്യം. ദൈവത്തിന് സ്തോത്രം. ആട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അരോമ ടിവിയിൽ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ, അതുപോലെ കർത്താവിന്റെ വേലയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കർത്താവ് നടത്തിയ അനുഭവങ്ങൾ നിരവധിയുണ്ട്. അതെല്ലാം പറയാനൊന്നും എൻ്റെ മുന്നിലൂടെ സമയമില്ല എന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും കർത്താവ് എത്ര നല്ലവൻ! ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കർത്താവിന്റെ വേലയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ഒരു അനുഭവം, അഥവാ ഈ അരോമ ടിവിയിൽ ഇപ്രകാരം എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇതിന്റെ അണിയറ പ്രവർത്തകരായിരിക്കുന്ന പ്രിയ കർത്താവിന്റെ നാമത്തിലുള്ള എൻ്റെ അകവഴിഞ്ഞ നന്ദിയും സ്നേഹത്തെയും വീണ്ടും അറിയിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് യേശു കർത്താവിന്റെ നാമത്തിന് നന്ദി പറയുന്നു. പിതാവേ, ഈ നല്ല വൈകിയ വേളയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇപ്രകാരം കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് പറയുവാൻ, ആ ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ കർത്താവെ ഹല്ലേലൂയ തന്ന നല്ല സാവകാശത്തിനും ഭാഗ്യപദവിക്കുമായി സ്തോത്രം ചെയ്ത് യേശു കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയും. ഈ പ്രവർത്തനങ്ങളെ ചർച്ച് അരോമ ടിവിയുടേതായിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ കർത്താവോട് ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ കർത്താവ് ഇതിൽ കൂടി സംപ്രേഷണം ചെയ്യുവാൻ ദൈവദാസന് അവിടുന്ന് കൃപ കൊടുത്തുകൊണ്ടിരിക്കുന്നുവല്ലോ. ഞങ്ങൾ നന്ദി പറയും. തുടർന്നുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്നവർത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേട്ട് ഉത്തരം നൽകണമേ നല്ല പിതാവ്. ആമേൻ. ആമേൻ. ആട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് ദയവായി പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവദാസൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് മാത്യു അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസന് ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ജനിച്ച് വളർത്തപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ അത്ഭുതകരമായി വഴി നടത്തിയ
അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരം ദൈവസന്നിധിയിൽ ദൈവം നടത്തിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. മരണകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അതിൽ നിന്നൊക്കെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. പ്രിയ മകന് ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതല്, അതുപോലെ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടതായ ആ നല്ല അനുഭവങ്ങൾ ദൈവനാമം മഹത്വത്തിന് വേണ്ടി പറയാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യങ്ങളെ വഹിക്കുവാൻ ഇനിയും ഏറെ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.